ചുവന്ന പട്ടുടുത്ത് കയ്യിൽ വാളുമായി ആയിരക്കണക്കിന് കോമരങ്ങൾ ആവേശത്തോടെ പാഞ്ഞെടുക്കുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വടികൊണ്ടടിച്ച് അവർ രക്തം ചൊരിയുന്നു. ഇത് കൊടുങ്ങല്ലൂർ ഭരണി, കേരളത്തിലെ മറ്റേതൊരു ഉത്സവത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്ന്. എന്തുകൊണ്ടാണ് ഇത്രയധികം രക്തവും രോഷവും ഈ ക്ഷേത്രമുറ്റത്ത് പ്രകടമാകുന്നത്? ഇതിനു പിന്നിലെ യഥാർത്ഥ ചരിത്രമെന്ത്? നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ നിഗൂഢതകളാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ആരാണ്? മധുരനഗരം ദഹിപ്പിച്ച കണ്ണകിയാണോ അതോ ദാരികനെ വധിച്ച കാളിയാണോ? ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു പുരാതന ബുദ്ധക്ഷേത്രമായിരുന്നു എന്നാണ്. പിന്നീടത് മാറ്റിമറിക്കപ്പെട്ടതാണോ? ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ ശിലയ്ക്ക് പിന്നിൽ ഇന്നും അനാവരണം ചെയ്യപ്പെടാത്ത ഒരുപാട് നിഗൂഢതകളുണ്ട്. പണ്ടുകാലത്തെ ഇവിടെ നിലനിന്നിരുന്ന രക്തബലിയുടെ അവശിഷ്ടമാണോ ഇന്നത്തെ ആചാരങ്ങൾ? കോമരങ്ങൾ സ്വന്തം തല വെട്ടിപ്പൊളിച്ച് രക്തമൊഴുക്കുന്നത് ഒരു വലിയ ഊർജ്ജമന്ത്രമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാവ് തീണ്ടൽ എന്ന ചടങ്ങിലൂടെ ക്ഷേത്രത്തിന്റെ പവിത്രത തകർക്കുന്നതുപോലെയുള്ള വിചിത്രമായ ആചാരങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരുപക്ഷെ ഇത് പഴയകാലത്തെ ഒരു വിപ്ലവത്തിന്റെ സ്മരണയാണോ? ഭരണിപ്പാട്ടിലെ അശ്ലീല വാക്കുകൾ വെറുമൊരു ആഭാസമല്ലെന്നും അത് ശരീരത്തിലെ ഷഡാധാരങ്ങളെ ഉണർത്താനുള്ള മന്ത്രങ്ങളാണെന്നും പറയുന്ന ചില തന്ത്രശാസ്ത്ര വിദഗ്ധരുണ്ട്. മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളെയും പുറത്തെടുത്ത് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണോ ഇത്? എന്തുകൊണ്ടാണ് ഭരണി ദിവസം മാത്രം ഈ നിയമങ്ങൾ മാറുന്നത്? കൊടുങ്ങല്ലൂർ ഇന്നും ശാസ്ത്രത്തിനും യുക്തിക്കും പിടികിട്ടാത്ത ഒരത്ഭുതമാണ്. ഓരോ വർഷവും ഒഴുകുന്ന ആ രക്തത്തിനു പിന്നിൽ ഭക്തിയാണോ അതോ ആരും കാണാത്ത മറ്റൊരു ശക്തിയാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കേരളത്തിലെ നിഗൂഢതകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.